വയനാട് കള്ളാടിയിലുണ്ടായ തുരങ്കപാത ദുരന്തത്തിന് പിന്നിൽ അതീവ ഗുരുതരമായ ഭരണ നിർമ്മാണ വീഴ്ചകൾ നടന്നതായി വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വയനാട് തുരങ്കപാത നിർമ്മാണം നടന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മുന്നോട്ട് വെച്ച കടുത്ത നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കൃത്യമായ മണ്ണിടിച്ചിൽ സൂചനകൾ ലഭിച്ചിട്ടും അത് ഗൗരവമായി എടുക്കാതെ നിർമ്മാണ കമ്പനിയോ ഔദ്യോഗിക സംവിധാനങ്ങളോ തയ്യാറായില്ല. ഇതിനോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും കടുത്ത വീഴ്ച സംഭവിച്ചതായി വ്യക്തമായിട്ടുണ്ട്. ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കൃത്യമായ അപകട സൂചനകൾ പ്രദേശത്ത് ദൃശ്യമായിരുന്നുവെങ്കിലും അവയൊന്നും ഗൗരവത്തിലെടുത്തില്ല. ഇന്നലെ രാവിലെ 8:30 തന്നെ പ്രദേശത്ത് ആദ്യമായി മണ്ണിടിഞ്ഞു തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ കൃത്യമായ സൂചനയായിരുന്നു ഇത്. മണ്ണിടിച്ചിൽ സൂചന ലഭിച്ചിട്ടും നിർമ്മാണ കമ്പനിക്ക് അതൊട്ടും ഗൗരവമായി എടുക്കാൻ തയ്യാറായില്ല. ജനങ്ങളെ മാറ്റാനോ മറ്റ് അടിയന്തര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ ഉള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യ സൂചന ലഭിച്ച് കൃത്യം 3 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് രാവിലെ 11:30 പ്രദേശത്തെ ആകെ നടുക്കിയ വലിയ ദുരന്തം സംഭവിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഭരണ സംവിധാനങ്ങൾ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന വീഴ്ചയാണിതെന്ന് വ്യക്തമാണ്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ അതിൽ കൃത്യമായ ചില കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു. പദ്ധതി പ്രദേശം അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണെന്നും ഇവിടെ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര മന്ത്രാലയം മുൻകൂട്ടി കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. ദുരന്ത സാധ്യത മുൻനിർത്തി പ്രദേശത്ത് എപ്പോഴും കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ പ്രധാന വ്യവസ്ഥ. മണ്ണിടിച്ചിലിന്റെ അതീവ ചെറിയ മുന്നറിയിപ്പ് ലഭിച്ചാൽ പോലും ആവശ്യമായ സുരക്ഷാ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും ഇന്നലെ രാവിലെ ആദ്യ സൂചന ലഭിച്ചപ്പോൾ ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രദേശത്തെ അപകട സാധ്യതകൾ ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിലും ഔദ്യോഗിക സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നടത്തേണ്ട മാപ്പിംഗ് കൃത്യമായോ സൂക്ഷ്മമായ രീതിയിലോ നിർവഹിച്ചിട്ടില്ല. നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള അപകട സാധ്യതാ മാപ്പിംഗ് ആകട്ടെ അവിടെയുള്ള അപകട മേഖലകൾ ഏതാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ട് തിരിച്ചറിയാൻ പാകത്തിലുള്ളതുമല്ല. അതിനെല്ലാം പുറമെ ഇത്തരം വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ നേരിട്ട് വിലയിരുത്തേണ്ട ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും കടുത്ത വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മലനിരകളിൽ ഉണ്ടാകേണ്ട ആഘാതം വിലയിരുത്താൻ കേന്ദ്ര മന്ത്രാലയം കൃത്യമായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു. തുരങ്ക നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്ന വൈബ്രേഷനുകളും മറ്റ് അപകടങ്ങളും ചുറ്റുമുള്ള മലനിരകളിൽ എത്രത്തോളം വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഓരോ നിമിഷവും കൃത്യമായ പരിശോധന, ഈ വൈബ്രേഷൻ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായി അറിയിക്കണമെന്നും വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കടുത്ത നിർദ്ദേശപ്രകാരം നിർമ്മാണ കമ്പനി നൽകുന്ന ഈ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആവശ്യമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. ദുരന്ത സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങളുടെ യഥാർത്ഥ വ്യവസ്ഥയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. നിർമ്മാണ മേഖലയിലെ വൈബ്രേഷൻ മനസ്സിലാക്കുന്നതിനായി സ്ഥലത്ത് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ ദുരന്തം സംഭവിച്ച സമയത്ത് ഈ സുരക്ഷാ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും കടുത്ത അവ്യക്തത നിലനിൽക്കുകയാണ്. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് നടത്തേണ്ട അടിസ്ഥാന ശാസ്ത്രീയ പരിശോധനകൾ പോലും ഇവിടെ നടന്നിട്ടില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപായി പ്രദേശത്ത് നടത്തേണ്ടിയിരുന്ന കൃത്യമായ ജിയോളജിക്കൽ, ഹൈഡ്രോളജിക്കൽ പഠനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്ന് പ്രമുഖ ഭൗമശാസ്ത്രജ്ഞനായ CP രാജേന്ദ്രൻ വ്യക്തമാക്കുന്നു. വയനാട്ടിലെ ഈ പ്രദേശം അതീവ അപകട സാധ്യതയേറിയ മേഖലയാണെന്നും ഇത്തരം മേഖലകളിൽ നിർമ്മാണത്തിന് മുൻപ് അതീവ ഗൗരവകരമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇവിടെ ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ചതും ആദ്യ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ പുലർത്തിയ കടുത്ത അനാസ്ഥയുമാണ് വലിയൊരു ദുരന്തത്തിലേക്ക് കള്ളാടിയെ എത്തിച്ചതെന്ന് വ്യക്തം. മണ്ണ് മാറ്റാത്തതാണ് ദുരന്ത കാരണമെന്ന് സർക്കാരും വനമേഖലയിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായതെന്ന് കമ്പനിയും വാദിക്കുമ്പോൾ തകർന്നടിഞ്ഞത് വയനാടിന്റെ പാരിസ്ഥിതിക സുരക്ഷയാണ്.